വലിയ നേതാക്കൾ പാർട്ടി വിട്ടുപോയിട്ടും CPIM-ന് ഒന്നും സംഭവിച്ചിട്ടില്ല. പാലക്കാട് ജില്ലയിലെ CPIM വിമതർ പുതിയ പാർട്ടി രൂപീകരിക്കുന്നുവെന്ന വാർത്തയോട് പ്രതികരിച്ച് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, വിമതർ പുതിയ പാർട്ടി രൂപീകരിക്കുന്ന കാര്യം അറിയില്ല. വലിയ നേതാക്കൾ പാർട്ടി വിട്ടുപോയിട്ടും CPIM-ന് ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. PS സുരേഷ് മത്സരിക്കുമെന്ന വാർത്ത മാധ്യമങ്ങളിലാണ് കണ്ടത്. സുരേഷ് നിലവിൽ പാർട്ടിയിലില്ല. നടപടിയെടുത്ത ഘടകമാണ് തിരിച്ചെടുക്കണമോ എന്ന് തീരുമാനിക്കേണ്ടതെന്നും EN സുരേഷ് പറഞ്ഞു. PK ശശി UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കുമെന്ന വാർത്തകളോടും EN സുരേഷ് ബാബു പ്രതികരിച്ചു. 41,000 ബ്രാഞ്ച് അംഗങ്ങൾ പാലക്കാട് ജില്ലയിലുണ്ട്. ഓരോരുത്തരും എന്ത് ചെയ്യുകയാണെന്ന് നോക്കി നടക്കാൻ കഴിയില്ല എന്നാണ് പ്രതികരണം. CPIM-ന്റെ ജില്ലാ നേതൃത്വത്തിൽ സജീവമായിരുന്ന PK ശശിയെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരുന്നു. ഇത് സൂചിപ്പിച്ചാണ് 41,000 ബ്രാഞ്ച് അംഗങ്ങൾ പാലക്കാട് ജില്ലയിലുണ്ടെന്ന EN സുരേഷ് ബാബുവിന്റെ പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM-ന് ഭീഷണി ഉയർത്തി പാലക്കാട്ടെ CPM വിമതർ. ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടി എന്ന പേരിൽ പാർട്ടി രൂപീകരിക്കാനാണ് നീക്കം. പാലക്കാട് കേന്ദ്രീകരിച്ചായിരിക്കും ആദ്യഘട്ടത്തിൽ നീക്കങ്ങൾ. PK ശശിയെ പാർട്ടിയിൽ ഉൾപ്പെടുത്താനാണ് ശ്രമം. പാലക്കാട് ജില്ലയിൽ വിമത കൺവെൻഷൻ വിളിച്ചു ചേർക്കാനാണ് തീരുമാനം. കൊഴിഞ്ഞമ്പാറ, മണ്ണാർക്കാട്, ഒറ്റപ്പാലം മേഖലയിലെ CPIM വിമതരാണ് സംയുക്ത നീക്കം നടത്തുന്നത്. UDF പിന്തുണ വിമതർക്കുണ്ട്. പാലക്കാട്ടെ വിമത നീക്കം CPIM നിരീക്ഷിക്കുകയാണ്. PK ശശിയുടെ നീക്കങ്ങൾ ഇന്നലെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ചയായിരുന്നു. PK ശശിയെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള നീക്കം സജീവമാണ്. PK ശശി എത്തിയാൽ ഷൊർണൂർ, ഒറ്റപ്പാലം സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് നൽകിയേക്കും. KTDC ചെയർമാൻ സ്ഥാനവും PK ശശി ഉടൻ രാജിവെക്കും. BJP നേതാവ് പ്രമീള ശശിധരനെ പാർട്ടിയിലെത്തിക്കാനുള്ള ശ്രമവും കോൺഗ്രസിൽ നടക്കുന്നതായാണ് വിവരം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര പാലക്കാട് എത്തുമ്പോഴായിരുന്നു നേതാക്കളുടെ പാർട്ടി പ്രവേശനം ഉണ്ടായേക്കുക. VS അച്യുതാനന്ദന്റെ മുൻ PS സുരേഷിനെ പാർട്ടിയിലെത്തിക്കാനുള്ള ചർച്ചയ്ക്ക് പിന്നിലാണ് പുതിയ നീക്കങ്ങൾ.